സ്വരാജിന്റെ നാണം കെട്ട തോൽവിയിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ LDF ഉള്ളത്. രണ്ടാം പിണറായിസം മടുത്തു തുടങ്ങിയ ജനങ്ങൾ കോൺഗ്രസിനായി മഷി കുത്തിയപ്പോൾ ഓർക്കാപ്പുറത്ത് അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു നേതാവിനെ കൂടിയാണ്. പറഞ്ഞു വരുന്നത് ബെറ്റ് വെച്ചത് കൊണ്ട് മാത്രം പാർട്ടി വിട്ടിറങ്ങേണ്ടി വന്ന CPIM നേതാവിനെ പറ്റിയാണ്. ബെറ്റ് വെച്ച മുടിവടിച്ചവരെയും പാതി മീശ വടിച്ചവരെയും കണ്ടിരിക്കാം, എന്നാൽ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ഇറങ്ങി വന്നവരെ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇപ്പോൾ കണ്ടു തുടങ്ങിക്കോളൂ, ഈ കഥ ഇനി സ്ഥിരമാകാനുള്ള സാധ്യതയുമുണ്ട്. മലപ്പുറം തുവനൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ മുസ്ലിം ലീഗിൽ ചേരുമെന്ന് പന്തയം വെച്ച CPIയുടെ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി വാക്കുപാലിച്ചിരിക്കുന്നു. അദ്ദേഹം രാവിലെ പാർട്ടി ഭാരവാഹിത്വവും അംഗത്വവും രാജിവെച്ചു. മുസ്ലിം ലീഗ് പ്രവർത്തകനായ സുഹൃത്തുമായിട്ട് ജൂൺ 14 ഗഫൂർ എന്ന നേതാവ് പന്തയം വെച്ചത്. ചായക്കടയിൽ നടന്ന ചർച്ച ചൂടുപിടിച്ച് ഉടലെടുത്ത തർക്കത്തിനൊടുവിലായിരുന്നു സ്വരാജ് പരാജയപ്പെട്ടാൽ താൻ പാർട്ടി വിട്ട് മുസ്ലിം ലീഗിൽ ചേരുമെന്ന് ഗഫൂർ പറഞ്ഞത്. ലീഗ് പ്രവർത്തകനായ ഷെരീഫുമായിട്ടായിരുന്നു ബെറ്റ്. സ്വരാജ് തോറ്റാൽ ഷെരീഫിന്റെ പാർട്ടിയിൽ താൻ ചേരാമെന്ന ഗഫൂറും, ഷൗക്കത്ത് തോറ്റാൽ പൊതുപ്രവർത്തനം തന്നെ താൻ അവസാനിപ്പിക്കുമെന്ന ഷെരീഫും പരസ്പരം ബെറ്റ് വയ്ക്കുകയായിരുന്നു. പേപ്പറിൽ എഗ്രിമെന്റ് വരെ തയ്യാറാക്കി വെച്ചാണ് ഇരുവരും ബെറ്റ് വെച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇതോടെ വാക്കുപാലിക്കാൻ തയ്യാറാണ് താനെന്ന് അറിയിച്ച ഗഫൂർ ഷെരീഫിന്റെ വീട്ടിലേക്ക് എത്തി. ഇനി മുതൽ മുസ്ലിം ലീഗിനായി പ്രവർത്തിക്കുമെന്നും പാർട്ടി അംഗത്വം സ്വീകരിക്കാൻ തയ്യാറാണെന്നും ഗഫൂർ അറിയിച്ചു. തുടർന്ന് മുസ്ലിം ലീഗ് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. ഇരുവരും ഒരുമിച്ചിരുന്ന ബെറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. അതേസമയം നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞതോടെ LDFിൽ പൊട്ടലും ചിറ്റലും തുടങ്ങിയിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ CPIM പരിഗണിച്ചതേ ഇല്ല എന്നാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ വിമർശനം. CPIM ഏകപക്ഷീയമായിട്ടാണ് പ്രവർത്തിച്ചത് എന്നും തങ്ങളെ അടുപ്പിക്കുകയോ പോലും ചെയ്തില്ല എന്നും യോഗത്തിൽ വിമർശനം ഉയരുകയാണ്. മണ്ഡലത്തിലെ സ്വഭാവം പോലും അറിയാതെയുള്ള പ്രചാരണമാണ് ആവിഷ്കരിച്ചത് എന്നും വിജയരാഘവനും MB ഗോവിന്ദനും മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് എന്നും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് വിമർശനം ഉയർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന സമയത്ത് തങ്ങളുമായി കൂടിയാലോചന ഉണ്ടായിരുന്നില്ല. പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ മാത്രമാണ് സ്വരാജാണ് സ്ഥാനാർത്ഥിയെന്ന് അറിഞ്ഞത്. കണ്ണൂരിൽ പ്രചാരണം നടത്തുന്നത് പോലെ നിലമ്പൂരിൽ പ്രചാരണം നടത്തിയിട്ട് കാര്യമില്ല എന്നും എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. അവസാന 2 ദിവസത്തെ സ്ഥാനാർത്ഥി പ്രചാരണം പൂർണ്ണമായിട്ടും പാളി. CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കും നിലമ്പൂർ എടക്കര ഏരിയ കമ്മിറ്റികൾക്കും ഒരു റോളും ഉണ്ടായിരുന്നില്ല എന്നും CPI വിമർശിച്ചു. അതേസമയം നിലമ്പൂരിലെ തോൽവി വിലയിരുത്താൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയതിലടക്കം വീഴ്ചയുണ്ടായി എന്നും ഒരു വിഭാഗം ആരോപിക്കുന്നതിനിടയിലാണ് യോഗം ചേരുക. വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.